വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിതിയാകുന്ന സ്വർഗീയപിതാവാം ദൈവമേ, വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ മുഖാന്തരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ട വചനം പരിശുദ്ധാത്മ നിറവിൽ ഘോഷിപ്പാൻ ബലഹീന നടിയനെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ആത്മീയമായി അവർ വളരുവാനും അങ്ങോട്ട് ചേർന്ന് അവരുടെ ജീവിതത്തിൽ കർത്താവ് മുമ്പോട്ട് പോകാനും ഈ കേൾക്കുന്ന വചനം മുഖാന്തരം ഒരുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാമത്തെ തിരുവചനം, ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 18 വേഴ്സ് 19. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ ഒരുമനപ്പെട്ട് യാചിക്കുന്ന ഏതു കാര്യവും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നാം ഒക്കെയും പ്രാർത്ഥിക്കുന്നവരാണ്. വ്യക്തിപരമായി ദൈവവുമായി ഒരു ബന്ധം പ്രാർത്ഥനയിലൂടെ നമുക്കുണ്ട്. കുടുംബമായിട്ട് നാം കുടുംബ പ്രാർത്ഥന ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ നമ്മുടെ ദേവാലയങ്ങളിൽ സഭകളിൽ ഒക്കെയും പ്രാർത്ഥിക്കുന്ന മക്കളാണ് നാം ഓരോരുത്തരും. പക്ഷേ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നിന്ന് അതിന് മറുപടി ലഭിക്കണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ട് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നത് പലപ്പോഴും നാം ഓർക്കാറില്ല. ഏതൊരു പ്രശ്നത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും താഴ്വരയിൽ നാം ദൈവത്തോട് അതിന് മറുപടി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന തീർച്ചയായും ദൈവം കേൾക്കും. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നമുക്ക് ലഭിക്കണമെങ്കിൽ ചില വ്യവസ്ഥകൾ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം വായിച്ച തിരുവചനത്തിന് ശേഷമുള്ള തിരുവചനം 20-ാം വാക്യം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയിരുന്നാലും ഞാൻ അവരുടെ നടുവിലുണ്ട്. കർത്താവിൻ്റെ തിരുവചനമാണിത്. കർത്താവ് പറയുകയാണ്, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് കൂടി വരുന്ന ഒരവസ്ഥ, അത് 2 പേര് ചുരുക്കം, 3 പേർ അല്ലെങ്കിൽ 2-3 പേർ എന്ന് പറയുമ്പോൾ 2 അതിലധികമോ ആളുകൾ ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവം നമ്മുടെ മധ്യം ഉണ്ടാകും. ഈ തിരുവചനം നമ്മുടെ അനേകരുടെ പ്രാർത്ഥനകളിൽ നാം കേൾക്കാറുണ്ട്. ദൈവമേ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ ഞാൻ അവരുടെ മധ്യം ഉണ്ടാകുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങ് ഞങ്ങളുടെ മധ്യമുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് മറുപടി നൽകുന്നു എന്നൊക്കെയും പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങൾ അനേകരുടെ പ്രാർത്ഥനയിൽ തന്നെ നാം കേൾക്കാറുണ്ട്. പക്ഷേ ഈ 2-3 പേർ എങ്ങനെ കൂടണമെന്നുള്ളത് ഒരു വ്യവസ്ഥയോടുകൂടിയാണ് കർത്താവ് അവിടെ പറയുന്നത്. അതാണ് നാം അതിനു മുമ്പ് വായിക്കുന്നത്. അവർ 2 പേർ ഒരു മനപ്പെട്ട് യാചിക്കുന്ന. അപ്പോൾ ഈ 2 പേർ അല്ലെങ്കിൽ 3 പേർ അല്ലെങ്കിൽ അധികം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ പരമപ്രധാനമായും ആ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടത് ഈ കടന്നു വന്നവരുടെ ഒരു മനസ്സോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? നമുക്കറിയാം, വ്യത്യസ്ത സ്വഭാവങ്ങളും ദർശനങ്ങളും കഴിവുകളും വ്യത്യസ്തമാകുന്ന രീതിയിലാണ് ദൈവം ഓരോ വ്യക്തിയെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ വ്യക്തിയും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ വ്യത്യസ്ത സ്വഭാവങ്ങളും നിലപാടുകളും വ്യത്യസ്തമാകുന്ന എല്ലാം ഉള്ള വ്യക്തികൾ എങ്ങനെയാണ് ഐക്യത്തോടുകൂടി ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യചിഹ്നം. 2-3 പേർ എന്ന് പറയുമ്പോൾ ഇതെവിടെയാണ് ആരംഭിക്കേണ്ടത്? കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ അവർ പ്രാർത്ഥിക്കുന്നവരാകാം, 2 പേരും പ്രാർത്ഥിക്കുന്നവരാകാം. പക്ഷേ
അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഒരു മനസ്സ് ഇല്ലാതെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല. അതാണ് കർത്താവ് നമ്മെ ഈ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഇതിന് മുമ്പിലുള്ള തിരുവചനത്തിലേക്ക് വരുമ്പോൾ 15 മുതലുള്ള തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, നിൻ്റെ സഹോദരൻ നിന്നോട് അതിക്രമം ചെയ്താൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ അവന് കുറ്റം ബോധ്യം വരുത്തുക. അവൻ നിൻ്റെ വാക്ക് കേട്ടാൽ നീ നിൻ്റെ സഹോദരനെ നേടിയിരിക്കുന്നു. കേൾക്കുന്നില്ലെങ്കിൽ 2 3 സാക്ഷികളുടെ വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കേണ്ടതിന് 1 2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാതിരുന്നാൽ സഭയെ അറിയിക്കുക. സഭയെയും കൂട്ടാക്കാതിരുന്നാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ആയിരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഒരു കുടുംബജീവിതത്തിലായിരുന്നാലും സാമൂഹ്യ ജീവിതത്തിലായിരുന്നാലും അല്ലെങ്കിൽ സഭാജീവിതത്തിലായിരുന്നാലും നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കണം എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. എന്തെങ്കിലും മറ്റുള്ളവരുമായി മനസ്സിന് അകൽച്ചയോ അഭിപ്രായ വ്യത്യാസമോ പിണക്കമോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാതെ അല്ലെങ്കിൽ അത് മാറ്റിവെക്കാതെ അപ്രകാരമുള്ളവരുമായി നാം കൂടിയിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവും നമുക്ക് ലഭിക്കുകയില്ല. അത് കുടുംബജീവിതത്തിലാണെങ്കിലും അപ്രകാരം തന്നെയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക സാധാരണമാണ്. എന്നാൽ തിരുവചനം നാം പഠിപ്പിക്കുന്നുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക, പിശാചിന് അവസരം കൊടുക്കരുതെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ മനുഷ്യരിലും ഉണ്ടാകും. കാരണം വ്യത്യസ്തമായിട്ടാണ് ഓരോ വ്യക്തിയെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അഭിപ്രായങ്ങൾ ഒരുപോലെ 100% യോജിച്ച് ഒരു കുടുംബത്തിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷേ അത് പറഞ്ഞ് അനുരഞ്ജനപ്പെട്ടതിന് ശേഷം മാത്രം നാം പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവസന്നിധിയിൽ എത്തുകയും ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി ലഭിക്കുകയും ചെയ്യുന്നത്. അനേകർ പ്രാർത്ഥിക്കുമ്പോൾ മാസങ്ങളല്ല വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാതെ വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനസ്സോടുകൂടി ഒരേ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഇവിടെ നാം വായിക്കുകയാണ്, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ 2 വ്യക്തികൾ എങ്ങനെയാണ് ഒരുമനപ്പെടുന്നത്? ആത്മാവിൽ ആണ് ഒരുമനപ്പെടുവാൻ കഴിയുന്നത്. കാരണം വ്യത്യസ്തമായ സ്വഭാവമുള്ള വ്യക്തികളിൽ പരിവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരിലും കൂടെയും പ്രവർത്തിക്കുമ്പോൾ അത് ഒരാത്മാവാണ് പ്രവർത്തിക്കുന്നത്, വ്യത്യസ്ത ആത്മാവല്ല. അങ്ങനെയാണ് 2 വ്യക്തികൾ ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ച് ആത്മാവിൽ നാം ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് മറുപടി ദൈവം നമുക്ക് നൽകുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം തിരുവചനം പഠിക്കുമ്പോൾ ഇത് നാം മനസ്സിലാക്കുന്നത് ഇവിടെ നിന്നാണ്. കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ കർത്താവ് തന്നെയാണ് നമുക്കിതിന് നല്ലൊരു മാതൃക. എന്നാണ് കർത്താവ് കാണിച്ച മാതൃക? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഏക മനസ്സും ഏക സ്നേഹവുമുള്ളവരായി ആത്മാവിൽ ഐക്യം പ്രാപിച്ച് ഏക ലക്ഷ്യമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണരാക്കുവിൻ. അപ്പോൾ ഒരു മനസ്സോടുകൂടി ഏക മനസ്സും ഏക സ്നേഹവുമുള്ളവരായി ആത്മാവിൽ ഐക്യം പ്രാപിച്ച് ഏക ലക്ഷ്യമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുകയാണ്. താഴോട്ട് നാം വരുമ്പോൾ 5-ാമത്തെ തിരുവചനം മുതൽ നാം കാണുന്നു, ക്രിസ്തുയേശുവിനുണ്ടായിരുന്ന അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ക്രിസ്തുയേശുവിനുള്ള അതേ മനോഭാവം നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ ഏക മനസ്സും ഏക സ്നേഹവും ആത്മാവിൽ ഐക്യം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുകയുള്ളൂ. എന്താണ് ക്രിസ്തുവിൻ്റെ മനോഭാവം? ഇവിടെ നാം അത് വായിക്കുന്നുണ്ട്. ക്രിസ്തുവേശുവിനുണ്ടായിരുന്ന അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കില്ല. ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം എന്തായിരുന്നു? തുടർന്ന് നാം വായിക്കുകയാണ്, അവൻ ദൈവസ്വരൂപത്തിൽ ആയിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് ചിന്തിക്കാതെ സ്വയം ശൂന്യമാക്കി ദാസരൂപം സ്വീകരിച്ച് മനുഷ്യ സദൃശ്യത്തിലായി മനുഷ്യരൂപത്തിൽ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ ദൈവപുത്രൻ, ത്രിത്വത്തിൽ ദൈവത്തിൻ്റെ പ്രതിരൂപമായ പുത്രൻ തമ്പുരാൻ എന്താണ് ഈ ഭൂമിയിൽ വരുവാനുള്ള കാരണം? അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് ചിന്തിക്കാതെ. അപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ
മനുഷ്യന് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുവാനായിട്ട് യാതൊരു യോഗ്യതയുമില്ല. അപ്പോൾ ദൈവം മനുഷ്യൻ്റെ അയോഗ്യത കണക്കിടാതെ മനുഷ്യനായി, മനുഷ്യ സാദൃശ്യത്തിലായി നമ്മുടെ ഇടയിൽ മനുഷ്യനെ പോലെ പിറന്ന് ജീവിച്ചു എന്നിട്ട് നമുക്കൊരു വലിയ മാതൃക അവൻ നമുക്കായി നൽകുകയാണ്. നാം വായിക്കുന്നു, സ്വയം ശൂന്യമാക്കി. സ്വയം എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള എന്തെങ്കിലും, അത് നമ്മുടെ പണമോ കുടുംബ മഹിമയോ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ ആരോഗ്യമോ എന്തായിരുന്നാലും അത് നാം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ മറ്റൊരു വ്യക്തിയെ, അല്ലെങ്കിൽ നമ്മെപ്പോലെ നമ്മോടൊപ്പം യോഗ്യതയില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ, അവനെ വഹിച്ച് പ്രാർത്ഥിപ്പാൻ, അവൻ്റെ ബലഹീനതകളെ വഹിച്ച് പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അതാണ് കർത്താവ് നമുക്ക് കാണിച്ചതെന്ന് മാത്രം. അവൻ ദൈവസ്വരൂപത്തിലായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് ചിന്തിക്കാതെ സ്വയം ശൂന്യമാക്കി. സ്വയം എന്ന് പറയുമ്പോൾ നമ്മുടെ അഹം, അത് നാം ഇല്ലാതാക്കുക. ആ അവസ്ഥയിലാണ് മറ്റുള്ളവരുമായി താതാത്മ്യപ്പെടുവാനും അവരോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധ്യമാകുന്നത്. അപ്പോൾ കുടുംബജീവിതത്തിലേക്ക് വരുന്ന ഒരു ഭാര്യയും ഭർത്താവും രണ്ട് വ്യത്യസ്തമാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ച് വളർന്നവരാകാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പക്ഷേ പണം കൂടുതലുണ്ടാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടാകാം, ഒരു വ്യക്തിക്ക് ചിലപ്പം ആരോഗ്യമുണ്ടാകാം, അല്ലെങ്കിൽ നല്ല ജോലി മറ്റേ വ്യക്തികളേക്കാൾ കൂടുതലുണ്ടാകാം. അപ്പോൾ ഇവിടെ ഒരു താരതമ്യം ഒരിക്കലും അരുത്. താരതമ്യം വരുന്നത് മറ്റ് വ്യക്തിയെ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയാതെ വരുമ്പോഴാണ്. ആ വ്യക്തിയുടെ അവസ്ഥ നമ്മുടെ അവസ്ഥയുമായിട്ട് നാം താരതമ്യപ്പെടുത്തി, ഞാൻ മിടുക്കനാണ്, അല്ലെങ്കിൽ ഞാൻ മിടുക്കിയാണ്, ഞാൻ ഭർത്താവിനേക്കാൾ അല്ലെങ്കിൽ ഭാര്യയേക്കാൾ എനിക്ക് ശമ്പളം കൂടുതലുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, ഈ ചിന്തകളൊക്കെയും വരുന്നത് നമ്മുടെ സ്വയത്തിൽ നിന്നാണ്, നാം ഈ ലോകത്ത് നേടിയ പലതിൽ നിന്നാണ്. എന്നാൽ അങ്ങനെയുള്ള കുടുംബജീവിതത്തിൽ ഒരിക്കലും അനുഗ്രഹങ്ങൾ ഉണ്ടാകാനായിട്ട് കഴിയുകയില്ല. മറ്റൊരു തലത്തിലേക്ക് നാം ചിന്തിക്കുമ്പോൾ, മറ്റൊരു വ്യക്തിയുമായി നമ്മുടെ കൂട്ട് പങ്കാളികളെ നാം താരതമ്യപ്പെടുത്തരുത്. നമ്മുടെ ഭാര്യയായിരുന്നാലും അല്ലെങ്കിൽ ഭർത്താവായിരുന്നാലും മറ്റുള്ള വ്യക്തികളുമായി ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. എന്നാൽ ദൈവം ഓരോ വ്യക്തിയെയും വ്യത്യസ്തമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്കുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ അവനുള്ള കഴിവുകളല്ല മറ്റൊരു വ്യക്തിക്കുള്ളത്. മറ്റൊരു വ്യക്തിയിലുള്ള കഴിവുകൾ പോലെ എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് വേണമെന്ന് നാം ചിന്തിച്ചാൽ ഒരിക്കലും അത് സാധ്യമാകുകയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്നത്, അത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കപ്പെടുന്നത്. ദൈവം നമുക്ക് കൂട്ടായി തന്നിരിക്കുന്ന കൂട്ടവകാശികൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ അവരെ ഉള്ളതുപോലെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിഞ്ഞ് ഒരു മനസ്സോടുകൂടി നാം ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയേറിയതായി തീരുന്നത്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അത് നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ഒക്കെയും ഭാവി അനുഗ്രഹമാക്കി തീർക്കുവാൻ കഴിയുന്നതെന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നാം വായിച്ചു, യേശു സ്വയം ശൂന്യമാക്കി ദാസരൂപം സ്വീകരിച്ചു. മനുഷ്യ സാദൃശ്യത്തിലെ ദാസരൂപം. അപ്പോൾ ഏറ്റവും എളിമയുടേതാകുന്ന അവസ്ഥയാണ് ദാസരൂപം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ദാസനായിരിക്കുക എന്ന് പറയുമ്പോൾ ഒരടിമയുടെ അവസ്ഥയിലേക്ക്, എന്തും യജമാനൻ പറയുന്നത് സ്വീകരിപ്പാനുള്ള മനസ്സുള്ള വ്യക്തിയാണ് ദാസൻ. ഇവിടെ ആരുടെയാണ്? പിതാവാം ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് അവൻ സ്വയം സമർപ്പിക്കുകയാണ്. പിതാവ് അവനെ അയച്ചത് അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുവാൻ അവൻ മനുഷ്യ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് നാം വായിക്കുകയാണ്, മനുഷ്യരൂപത്തിൽ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം. അപ്പോൾ ക്രൂശിലെ മരണം എന്ന് പറയുമ്പോൾ ഏറ്റവും അവഹേളനയുടെ, നിന്ദയുടെ അവസ്ഥയാണ് ക്രൂശിലെ മരണം. സാധാരണ ഒരു മരണം പോലെയല്ല ക്രൂശിലെ മരണം. എല്ലാവരുടെയും മുമ്പിൽ കൂടി കുരിശ് വഹിച്ചുകൊണ്ട് കടന്നുപോയി പരസ്യമായിട്ട് കൊല ചെയ്യുന്ന സാഹചര്യമാണ് ക്രൂശിലെ മരണം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ അത് സ്വയമേ സ്വീകരിക്കണമെങ്കിൽ, അപ്രകാരം മാനസികാവസ്ഥയിൽ ആ വ്യക്തി ആയെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകുള്ളൂ. നമുക്കറിയാം, കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം. താൻ മരണം മുഖാമുഖം കണ്ട് തൻ്റെ വിയർപ്പ് രക്തത്തുള്ളി പോലെ നിലത്ത് വീഴുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, പിതാവേ, അങ്ങയുടെ ഹിതമെങ്കിൽ ഇത് എന്നിൽ നിന്നും നീങ്ങിപ്പോകണമേ.
എന്ന് പറഞ്ഞതിന് ശേഷം ഉടൻ പറയുകയാണ്, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം പോലെ ഭവിക്കട്ടെ. അപ്പോൾ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച കർത്താവ് തിരുത്തി പറയുകയാണ്, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം പോലെ. അപ്പോൾ കർത്താവ് അത് ഉറപ്പിക്കുകയാണ്. പിതാവിൻ്റെ ഹിതത്തിനായിട്ട് സ്വയം സമർപ്പിച്ച് അവൻ ക്രൂശ് മരണം ഏറ്റെടുത്ത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി പിറന്ന് മനുഷ്യൻ്റേതാകുന്ന അവസ്ഥയിൽ ജീവിച്ച് അവൻ കുരിശ് മരണം ഏറ്റെടുക്കുന്നതായിട്ട് നാം അവിടെ കാണുകയാണ്. ഇതാണ് യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃക. നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നു എന്ന് കരുതുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചോളം ദൈവം ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. ഒരുപക്ഷെ ക്രിസ്തുവിനെ പോലെ നമുക്ക് ആ ഒരു അവസ്ഥയിൽ വരാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നമുക്ക് സാധ്യമാകുന്ന എന്താണ്, മറ്റുള്ളവരെ നാം ഉൾക്കൊള്ളുവാൻ തക്കോണം നമ്മോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെ, അത് ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും കൂട്ടുവിശ്വാസികളായിരുന്നാലും നമ്മുടെ ദേവാലയങ്ങളിലുള്ളവരായിരുന്നാലും സഭയിലുള്ളവരായിരുന്നാലും മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും സ്വീകരിപ്പാനും ശ്രേഷ്ഠരെന്ന് കരുതുവാനും കഴിഞ്ഞ് അവരോടൊപ്പം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുവാൻ തക്കൊണ്ട് കഴിയുള്ളൂ. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുമെന്നാണ് അവിടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ നാം വായിക്കുന്നു, കർത്താവിന് വേണ്ടി തടവുകാരനായിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യരായി ജീവിക്കുവിൻ. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുവിൻ. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ സംരക്ഷിക്കുവാൻ ജാഗ്രതയോടെ ഇരിക്കുവിൻ. നിങ്ങളുടെ വിളിയുടെ ഏക പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പോലെ നിങ്ങൾ ഏക ശരീരവും ഏക ആത്മാവും ഉള്ളവരായിരിക്കണം. അപ്പോൾ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ സംരക്ഷിക്കുവാൻ ജാഗ്രതയോടെ ഇരിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ ഭിന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുവിൻ. അപ്പോൾ പരസ്പരം ക്ഷമിക്കുവാൻ കഴിയണമെങ്കിൽ ഇതുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. നമ്മെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒരുപക്ഷെ നമ്മുടെ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ കൂട്ടുവിശ്വാസികളിൽ നിന്നോ ദേവാലയത്തിൽ നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്നവരിൽ നിന്നൊക്കെ നമുക്കുണ്ടായേക്കാം. പക്ഷെ ക്ഷമിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന ആ ആത്മാവിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ കൊണ്ട് നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനോട് പറയുന്ന ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ സംരക്ഷിക്കുവാൻ ജാഗ്രതയോടെ ഇരിക്കുവിൻ. അപ്പോൾ ഈ നമ്മുടെ അഭിപ്രായത്തെ അല്ലെങ്കിൽ നമ്മളിൽ ഭിന്നതയുണ്ടാക്കുന്നത് എപ്പോഴും പിശാചാണ്. നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്താതിരിക്കുവാൻ അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം കേൾക്കാതിരിക്കുവാൻ ഭിന്നതയുണ്ടാക്കുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ തന്ത്രം. അത് കുടുംബജീവിതത്തിൽ ആരംഭിക്കും. പരസ്പരം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ പ്രാർത്ഥന ഐക്യത്തോടുകൂടി വരാതിരിക്കുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ അവനെപ്പോഴും സൃഷ്ടിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുവിൻ, ബി വിജിലൻറ്റ്. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, സാത്താനോടും അവൻ്റെ സർവായുധ വർഗത്തോടും അത്രേ. അതോടൊപ്പം തന്നെ പത്രോസ്ലീഹയും പറയുന്നുണ്ട്, ബി വിജിലൻറ്റ്, നാം ജാഗ്രതയോടെ ഇരിക്കണം. അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണം എന്ന് കരുതി പിശാച് ചുറ്റി നടക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്നാണ് ഇവിടെയൊക്കെ നമുക്ക് വായിക്കുവാൻ തക്കോണം കഴിയുന്നത്. റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 15-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ നാം വീണ്ടും വായിക്കുന്നു, നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടും ഏക സ്വരത്തോടും കൂടെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകേണ്ടതിന് തന്നെ. അപ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്, 2-3 പേർ ഒരുമിച്ച് കൂടിയാൽ അവർ ഐക്യത്തോടു കൂടി ഏക മനസ്സോടുകൂടി ഏക ലക്ഷ്യത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുകയില്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല. അപ്പോൾ പ്രാർത്ഥിക്കുവാനായി നാം സമയം കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഏതെങ്കിലും രീതിയിൽ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തതിന് ശേഷം നാം പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നത്. റോമർക്കെഴുതിയ ലേഖനം
15-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകൾ വഹിക്കണം, നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തരും തൻ്റെ അയൽക്കാരനെ അവൻ്റെ നന്മയ്ക്കും ആത്മീയ അഭിവൃദ്ധിക്കും വേണ്ടി പ്രസാദിപ്പിക്കണം. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണു എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. എന്നാൽ മുമ്പ് എഴുതപ്പെട്ടതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ടാണ്, നമുക്ക് തിരുവെഴുത്തുകളാൽ ലഭിക്കുന്ന സഹിഷ്ണുതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ അവ എഴുതപ്പെട്ടിരിക്കുന്നു. സഹിഷ്ണുതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾ ക്രിസ്തുയേശുവിന് അനുരൂപരായി പരസ്പരം ഏക ചിന്തയോടെ ഇരിക്കുവാൻ കൃപ നൽകുമാറാകട്ടെ. അപ്പോൾ ക്രിസ്തുയേശുവിന് അനുരൂപരായി, നാം നേരത്തെ ഫിലിപ്പി ലേഖനത്തിൽ കണ്ടതാണ്, യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന് അനുരൂപരായി, യേശുക്രിസ്തു ദൈവമായിരിക്കെ ആ ദൈവത്വം വെടിഞ്ഞ് മനുഷ്യനായി മനുഷ്യൻ്റെ ബലഹീനതകളെ വഹിച്ച് മനുഷ്യനോടൊപ്പം വസിച്ച് മനുഷ്യനു വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശ് മരണം ഏറ്റെടുത്ത ആ ദാസരൂപം സ്വീകരിച്ചതിനെക്കുറിച്ച് നാം ഫിലിപ്പി ലേഖനത്തിൽ വായിച്ചു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. നമുക്ക് ഈ ലോകത്തിൽ പലതും നമുക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലുണ്ടാകാം. പണമുണ്ടാകാം, സൗന്ദര്യമുണ്ടാകാം, ആരോഗ്യമുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് കഴിവുകളുണ്ടാകാം, അല്ലെങ്കിൽ സ്വാധീനമുണ്ടാകാം. ഇതൊക്കെ ഈ ലോകത്ത് നമുക്ക് ലഭ്യമായതാണ്. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതിനൊന്നും ഒരു സ്ഥാനവുമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ മറ്റൊരു വ്യക്തിയും ഞാനും നിൽക്കുമ്പോൾ ദൈവത്തിന് ഒരേ സ്ഥാനമാണ് രണ്ട് വ്യക്തികളിലും ഉള്ളത്. അപ്പോൾ മറ്റുള്ളൊരു വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലായിരുന്നാലും അവനെ നാം സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ അതേ മനോഭാവത്തോടുകൂടി അവനെ നാം ഉൾക്കൊണ്ടുകൊണ്ട് അവനോടൊപ്പം നാം പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ശക്തരായ നാം അശക്തരുടെ ബലഹീനതകൾ വഹിക്കണം. അപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിക്ക് കഴിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളോ ഒക്കെ ഉണ്ടാകാം. നമുക്കുമുണ്ടത്, നാം പലപ്പോഴും അത് ഓർക്കാറില്ല. നമ്മളെക്കാൾ ഉയർന്ന വ്യക്തികളുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ബലഹീനതകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നാം എല്ലാം തികഞ്ഞവരല്ല എന്നുള്ളൊരു ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകുമ്പോൾ താഴെ നമ്മളെക്കാൾ കുറവുള്ള വ്യക്തികളെ അല്ലെങ്കിൽ അശക്തരായ വ്യക്തികളെ വഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. അവരുടെ ബലഹീനതകളെ വഹിക്കണമെന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. അപ്പോൾ നമുക്ക് പലതും ഉണ്ടാകാം, അതിൽ നാം പ്രസാദിച്ച്, അതിൽ നാം അഹങ്കരിച്ച്, നാം അതിൽ സന്തോഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മറ്റുള്ളവരെ നാം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുകയില്ല. അപ്പോൾ നമുക്കുള്ളതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമുക്ക് നൽകിയത് അല്ലാതെ നമുക്കൊന്നുമില്ല. ഒന്നുമില്ലാത്തവരായി ഭൂമിയിലേക്ക് നാം വന്നു, ഒന്നുമില്ലാത്തവരായി നാം പോകേണ്ടവരാണ്. അതുകൊണ്ട് തുടർന്ന് വീണ്ടും വായിക്കുകയാണ്, നമ്മിൽ ഓരോരുത്തരും തൻ്റെ അയൽക്കാരനെ അവൻ്റെ നന്മയ്ക്കും ആത്മീയ അഭിവൃദ്ധിക്കും വേണ്ടി പ്രസാദിപ്പിക്കണം. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നെ തന്നെ പ്രസാദിച്ചില്ല. അപ്പോൾ ക്രിസ്തു ദൈവമാണ്. ആ ദൈവമായിരിക്കെ അവൻ ഭൂമിയിലേക്ക് വന്ന് ഞാൻ ദൈവമാണ് എന്നുള്ള മനോഭാവത്തോടുകൂടി ആയിരുന്നുവെങ്കിൽ ഒരിക്കലും മനുഷ്യനെ ഉൾക്കൊള്ളുവാനോ മനുഷ്യൻ്റെ ബലഹീനതകളെ വഹിക്കുവാനോ ക്രിസ്തുവിന് ഒരിക്കലും സാധ്യമാകില്ല. പക്ഷെ അത് പൂർണ്ണമായും അവൻ മാറ്റിവെച്ച് മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശ് മരണം വഹിച്ചു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നാം അത് വ്യക്തമായിട്ട് അത് വായിക്കുന്നുണ്ട്. 19 മുതലുള്ള തിരുവചനം, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ ഒരുമനപ്പെട്ട് യാചിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. അപ്പോൾ അത് എത്രയോ അനുഗ്രഹമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നമുക്ക് മറ്റൊരിടത്തും ആശ്രയിക്കേണ്ട, ദൈവത്തോട് യാചിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം ഏത് കാര്യവും എന്നാണ്, ഇത് കർത്താവിൻ്റെ വാക്കുകളാണ്, സാധാരണ ഒരു വ്യക്തിയല്ല, ദൈവപുത്രനായ യേശുവിൻ്റെ വാക്കുകളാണ്. നിങ്ങളിൽ 2 പേർ ഒരുമനപ്പെട്ട് യാചിക്കുന്ന ഏത് കാര്യവും. അപ്പോൾ അത് എന്തെന്നില്ല, ഏത് കാര്യമായിരുന്നു, നമുക്ക് ആവശ്യമാകുന്ന കാര്യങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, പിന്നെയോ നമുക്ക് ആവശ്യമാകുന്ന ഏത് കാര്യത്തിനും ഒരു മനസ്സോടുകൂടി നാം ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചാൽ അത് ലഭ്യമാകുമെന്നുള്ള ഒരു വലിയ വാഗ്ദത്തമാണ് ഈ തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. പക്ഷെ അതിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് ഉണ്ടാകേണ്ട കാര്യവും വളരെ വ്യക്തമായിട്ട് കർത്താവോട് പറയുകയാണ്, നിങ്ങൾ ഒരുമനപ്പെടണം, ഒരു മനസ്സോടുകൂടി, ഒരേ ആത്മാവിൽ, ഒരു ലക്ഷ്യത്തിനായി ഐക്യത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ തക്കോണം കഴിയണം. അത് ആരംഭിക്കുന്നത് കുടുംബജീവിതത്തിൽ തന്നെ ആകണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അപ്രകാരം ഒരു മനസ്സോടുകൂടി ഒരേ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ
അവർക്ക് അസാധ്യമായത് ഒന്നുമില്ല. കാരണം ദൈവം അവർക്ക് വേണ്ടി ഒരുക്കും, അവരെ ദൈവം അനുഗ്രഹിക്കും, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും എന്ന് ഈ തിരുവചനം നമ്മളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ അത് ആരംഭിക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അപ്രകാരം മറ്റുള്ളവരെ വഹിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ ബലഹീനതകളെ വഹിച്ചുകൊണ്ട് നാം പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുമ്പോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.